ഹലോ, അസ്സലാമു അലൈക്കും. വിരുന്നുകാരെ നെട്ടിക്കും ഒരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഇതിനായി നമുക്ക് ആദ്യം 200 ഗ്രാം മൈദയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും വെള്ളം ചേർത്ത് നന്നായി നമുക്കിത് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിന് റെഡിയാക്കാം. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 സവാള നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. 1 ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, 200 ഗ്രാം ചിക്കനാണ്, ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായി ഇത് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി നമുക്ക് കൈയോട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്നുകൂടി കുഴച്ചെടുക്കണം. നമുക്കിത് ഉന്നക്കയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഓരോന്നും മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ മാറ്റി വെച്ച മാവ് ഓരോ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ പരത്തിയാൽ മതി, ഒരുപാട് വലുപ്പമാക്കേണ്ടതില്ല. നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇത് 1-2 മുറിച്ച് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫില്ലും ഇതിലേക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഓരോ റോളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. സ്വാദിഷ്ടമായ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.